നമസ്കാരം. ഞാൻ പട്ടാളം ബിജു, കുളക്കട നാട്ടുവാർത്താ ഗ്രൂപ്പിൽ നിന്നാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തോട്ടകത്തെ ഏലായിലാണ്. വളരെ സാധാരണ ഒരു കാലത്ത് കണ്ട് പരിചയമുള്ള കാഴ്ചയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാടൻ നെല്ല്, ഞവര എന്ന ഇനത്തിൽപ്പെട്ട നാടൻ നെല്ല് വിതയ്ക്കുന്ന കാഴ്ച നിങ്ങൾ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ജിജുകുമാറിന്റെ കണ്ടമാണ്. ഈ 3 കണ്ടത്തിൽ അദ്ദേഹം നമ്മുടെ ഞവര എന്ന നാടൻ നെല്ല് വിതറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ കണ്ടം, നമ്മൾ വയൽ എന്ന് പറയുന്ന ഈ കണ്ടം, ഇത് കലപ്പ വെച്ച് ഉഴുതുമറിച്ച് നിരപ്പാക്കി വെള്ളം കെട്ടി നിർത്തി ഇപ്പം വെള്ളമെല്ലാം ഒഴുകിക്കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഞാറ് വാരി എറിയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിതയ്ക്കുക എന്ന് നമ്മൾ പറയും. ഈ ഞാറ് വിതച്ചതിന് ശേഷം വെള്ളം കെട്ടി നിർത്തി 3ന്റെ അന്ന് നമ്മൾ ഇത് മുളച്ചു തുടങ്ങും. മുളച്ച് അത് കറ്റകളായിട്ട് വരികയും അതിൽ നിന്നാണ് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന അരി ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. പ്രാഥമിക ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കണ്ടം 4 വശവും തിട്ട കോരി വെള്ളത്തിൻ്റെ ഒഴുക്ക് പരിമിതപ്പെടുത്തി കലപ്പ വെച്ച് ഉഴുതു മറിച്ച് നിങ്ങൾ കാണാൻ നല്ല നിരപ്പാക്കി അതിനകത്തുള്ള മറ്റ് ഈ പോച്ചകളും പുല്ലുകളും എല്ലാം പറിച്ചു മാറ്റി വയല് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന കാഴ്ച. അതിനുശേഷമാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. വിത്ത് വിതച്ച് ഒരു 3ന്റെ അന്ന് ആകുമ്പോഴത്തേക്ക് വിത്ത് മുളച്ചു തുടങ്ങുകയും അത് കൂട്ടത്തോടെ ഇരിക്കുന്ന വിത്തുകളെ മാറ്റി നടുകയും ചെയ്താണ് നമ്മുടെ സാധാരണ നെൽകൃഷി തയ്യാറാക്കുന്നത്. നമ്മുടെ തോട്ടകം ഏലയാണ്. തോട്ടകത്തിലൂടെ ഒഴുകുന്ന തോടാണ് ഇത്. നേരെ ചെന്നൈ കല്ലടയാറ്റിൽ പതിക്കുന്ന നല്ല ശുദ്ധ ജലം ഒഴുകുന്ന ഒരു തോടാണ്. എപ്പോഴും ഏകദേശം വർഷത്തിൽ 10 മാസവും 11 മാസവും നല്ല ശുദ്ധ ജലം ഒഴുകുന്ന ഒരു നാടൻ കൈത്തോടാണ്. നിങ്ങൾക്കറിയാതെ കൊല്ലാമലയിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ തോട്ടകം കലങ്ങൻ്റെ കീഴിൽ കൂടെ നേരെ ചെന്ന് കല്ലടയാറ്റിൽ പതിക്കുന്ന ഒരു നാടൻ കൈത്തോടാണ്. ഒരു കാലത്തെ പരിചയമായിരുന്ന ഈ നെൽകൃഷി ഇന്ന് വളരെ പരിമിതമാണ്. കാരണം ഇതിന് തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും ഈ തൊഴിൽ ചെയ്യാൻ അറിയാവുന്നവർ ഈ തലമുറയിൽ കുറവായതിനാലും മാത്രമല്ല ഒരുപാട് മനുഷ്യപ്രയത്നം വേണ്ടുന്ന ജോലി ആയതിനാലും പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കൃഷി ചെയ്തെടുക്കേണ്ടത്. കാലാവസ്ഥ അനുകൂലമാവണം, വെള്ളം വേണം. എപ്പോഴും നെല്ല് എന്ന് പറയുന്ന ഈ ഒരു കൃഷി ജലത്തിനകത്ത് നിന്നാണ് വളരുന്നത്. എപ്പോഴും അത് വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ പര്യാപ്തത, പിന്നെ കൃഷി കൊയ്തെടുക്കാനുള്ള തൊഴിലാളികളുടെ പര്യാപ്തത, ഇത് ജോലി ചെയ്യാൻ അറിയാവുന്നവർ വേണം. കാരണം നിങ്ങൾക്കറിയാൻ വിതയ്ക്കുന്നത് അത് കറക്റ്റായിട്ട് വിതച്ചില്ലെങ്കിൽ അത് കൂട്ടം കൂടി പോകും. അപ്പോൾ ഒരു മൂട്ടിൽ ഒരു തൈ എന്ന രീതിയിൽ തന്നെ അത് ചേറി നട്ടെങ്കിൽ മാത്രമേ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ കിളിച്ചു വരാൻ സഹായിക്കൂ. അത് പരിചയമുള്ള, അതിലുള്ള കഴിവും കാര്യപ്രാപ്തിയുമുള്ള കർഷകനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഈ നെല്ല് വിതയ്ക്കുക എന്നുള്ളത്. സാധാരണ നമ്മുടെ ഈ ഏലകളെല്ലാം ഇപ്പോൾ കപ്പയും വാഴയും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കാരണം നെൽകൃഷിയോടുള്ള ആളുകളുടെ താല്പര്യക്കുറവും അത് പണി ചെയ്യാൻ അറിയാവുന്നവർ കിട്ടാത്തതിലുള്ള ദൗർലഭ്യവും കാരണം ഇന്നത്തെ കാലത്ത് ആരും നെൽകൃഷിയോടെ താല്പര്യം കാണിക്കുന്നില്ല. കാരണം അതിന് വലിയ മനുഷ്യപ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ പണകോരി മറ്റ് കാർഷിക വിളകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. നാടൻ കപ്പയും വാഴയും ചേമ്പും ചേനയും എന്ന കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം കൃഷി ചെയ്യുകയാണ് സാധാരണ പതിവ്. കാരണം ഈ ഒരു 3 നിലം ഒരുക്കാൻ തന്നെ ഏകദേശം നല്ലൊരു തുക ചിലവായി. ഇനിയിപ്പോൾ ഇതിന് എത്രയോ ഘട്ടങ്ങളായിട്ട് എത്രയോ ജോലിക്കാരുടെ പരിശ്രമത്തിൻ്റെ അവസാനമാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത്. പിന്നെ ഈ കറ്റ കൊയ്ത് വീട്ടിൽ കൊണ്ട് മെതിച്ച് പാറ്റി പറക്കി ഉണക്കി പുഴുങ്ങി മില്ലിൽ കൊണ്ടുപോയി കുത്തിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കുന്ന അരിയാകൂ. അതിന് ഏകദേശം ഒരു 6 ഘട്ടം 7 ഘട്ടം ഇനി ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അത്രയും മനുഷ്യപ്രയത്നം ആവശ്യമായ ഒരു കൃഷിയാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇതിനോട് വിമുഖത കാണിക്കുന്നത്. ഒരു തലമുറ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഇവിടെ മുഴുവൻ നെൽകൃഷി കൊണ്ട് സമ്പന്നമായിരുന്നു, സമൃദ്ധമായിരുന്നു. എവിടെ നോക്കിയാലും സ്വർണ്ണം നിറത്തിലുള്ള സ്വർണ്ണം വിളയുന്ന നെല്ലുകളായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക്
അതിലൊന്നും വലിയ താല്പര്യവും ഇല്ലാതായി. കാരണം മനുഷ്യ പ്രയത്നം കൂടുതലായതുകൊണ്ട് ഈ കൃഷിയോടെ ഉള്ള താല്പര്യവും ഇന്നത്തെ തലമുറയ്ക്ക് കുറഞ്ഞു. ഇത് നമ്മുടെ തുരുത്തിലമ്പലം സ്വദേശി ജിജുകുമാറിന്റെ കൃഷിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു മികച്ച കർഷകൻ കൂടിയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഓണക്കാലത്ത് ഏകദേശം ഒരു ദിവസം 40 കിലോ 50 കിലോയോളം ചെണ്ടുമല്ലിപ്പൂ വിളവെടുത്ത ഒരു കർഷകനാണ്. മാത്രമല്ല G9 എന്ന പ്രത്യേക വെറൈറ്റി കാർഷിക ഇനമായ ഒരു നാടൻ കുലകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കർഷകനും കൂടിയാണ് നമ്മുടെ തുരുത്തിലമ്പലം സ്വദേശിയായ ജിജുകുമാർ മാഷെ. പിന്നെ ഇതെന്തോ ഈ നെൽകൃഷിയോടെ ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം? പുനരുജ്ജീവിപ്പിക്കുക. അതാ ഇതിന്റെ പ്രയത്നവും കഠിന പരിശ്രമവും ഒക്കെ നമുക്കറിയാം. നെൽകൃഷി കിട്ടത്തില്ല. നമുക്കൊരു മനസ്സിനൊരു ആനന്ദം. പിന്നെ അതുമല്ല, നമുക്ക് നല്ല അരി നമുക്ക് നല്ല കുത്തരി നമുക്ക് ഉപയോഗിക്കാം. സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത കുത്തരി നമ്മുടെ വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാം. നമ്മുടെ സുഹൃത്തുക്കളെ ചോദിക്കാൻ നമ്മൾ കൊടുക്കും. പിന്നെ ഇത് ഞവരയാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. ഞവര നെല്ല് തരിശായിരുന്നു, 1 ഏക്കറോളം ഉണ്ട്. തരിശാണ് ഇപ്പൊ ചെയ്യുന്നത്. 1 ഏക്കറോളം ഉണ്ട്. തരിശാണ് ചെയ്യുന്നത്. ഞവരയാണ് ചെയ്യുന്നത്. ഞവര എന്ന നാടൻ നെല്ലിനമാണ് ഇതിൽ വിതയ്ക്കാൻ ഉപയോഗിച്ചത്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ട്. അത്യാവശ്യമേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. അതിനൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറ ഈ മേഖലയിലോട്ട് വരും. മാത്രമല്ല ഇത് അറിയാവുന്ന തൊഴിലാളികൾ കിട്ടാനുള്ള ദൗർലഭ്യം, തൊഴിലാളികളെ നമുക്ക് കിട്ടാനുള്ള സൗകര്യം കുറവാണ്. കാരണം നെൽകൃഷി വളരെ കഠിന പ്രയത്നവും വളരെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ കൊണ്ടുവരുന്ന ഒരു കൃഷിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ നിലമെല്ലാം ഉഴുതു മറിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് വിതറുന്നത്. ഇനിയും ഒരു 6 ഘട്ടം ബാക്കിയുണ്ടല്ലേ? ഇനിയിപ്പോ അത് ഞാറ് പറിച്ചു നടല്, പിന്നെ ഇത് നില ഒരുക്കാൻ സമയമെടുത്ത് എത്രയോ മനുഷ്യ പ്രയത്നം, എത്രയോ അധ്വാനമായി. അപ്പൊ ഇനി അത് നമ്മള് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരി. ഇപ്പോഴും പ്രചോദനമാകും. ഒരു കാലത്ത് നമ്മുടെ ഈ ഏലകളെല്ലാം നിറയെ നെൽകൃഷി കൊണ്ട് സമൃദ്ധമായിരുന്നു. ഇന്നത് അന്യം നിന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്കിലും ജിജുവിനെ പോലുള്ള ചില കർഷകർ നമ്മുടെ ആ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചിറങ്ങി ചെല്ലുന്നുണ്ട്. വീണ്ടും നെൽകൃഷിയോടുള്ള താല്പര്യം. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് സാമ്പത്തികമായിട്ട് ഒരു നേട്ടവുമില്ല, അങ്ങോട്ട് ചെലവേ ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, നെൽകൃഷി ഇന്നത്തെ കാലത്ത് നെൽകൃഷി ചെയ്തെടുക്കാൻ അത് കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള കർഷകരെ കിട്ടാനില്ല, തൊഴിലാളികളെ കിട്ടാനില്ല. ഇത് ചുമന്ന് വീട്ടിലെത്തിച്ച് അവസാനം പാറ്റിപ്പറക്കി പുഴുങ്ങി ഉണക്കി നെല്ലാക്കുമ്പോഴത്തേക്ക് 7-8 ഘട്ടം കഴിയും. വലിയ ഒരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് നെൽകൃഷി. എങ്കിലും അദ്ദേഹത്തിന് ഈ കൃഷിയോടുള്ള താല്പര്യവും നല്ല സ്വയം ഉൽപ്പാദിപ്പിച്ച ആഹാരം, നെല്ല് കുത്തി ആഹാരം കഴിക്കണമെന്നുള്ള ഒരു ചിന്തയും കൊണ്ട് മാത്രമാണ് ഈ നെൽകൃഷി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ നെൽകൃഷി വീണ്ടും തുടങ്ങാനുള്ള കാരണം. ഇത് എനിക്കറിയാം, ഇത് വെറും തരിശായി കിടന്ന ഭൂമിയാണ്. ഞങ്ങൾ ഇന്ന് ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. കാടും മേടും നിറഞ്ഞു കിടന്ന ഭൂമിയാണ്. ഇത്രയും ഒരുക്കാൻ തന്നെ ഏകദേശം ഒരു 25-30 പേരുടെ കഠിനാധ്വാനം ആയി കഴിഞ്ഞു, ഈ 1 ഏക്കറോളം. അപ്പൊ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ജോലിക്കൂലിയും കാര്യങ്ങളും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്ന് ലാഭമൊന്നും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ചെയ്ത് നമ്മുടെ പരമ്പരാഗതമായ ഒരു കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇതിനെ താല്പര്യത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഏലായിലെ തന്നെ മികച്ച ഒരു കർഷകൻ കൂടിയാണ് ജിജു. പലവിധ കൃഷികൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കർഷകനാണ്. ചെണ്ടുമല്ലി ആയാലും ശരി, G9 ഗ്രാൻഡ്, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വെട്ടിയ ഒരു കൊല 45 കിലോയോളമുള്ള ഗ്രാൻഡ് 9 എന്ന വെറൈറ്റി കൊലയായിരുന്നു. അത് നമ്മൾ വാർത്ത ഇട്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മികച്ച കർഷകൻ തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ. പല സ്ഥലത്തായിട്ട് അദ്ദേഹം പാട്ടത്തിനെടുത്താലും സ്വന്തമായി ഏകദേശം 10-20 ഏക്കറോളം കൃഷി ചെയ്യുന്ന ഒരു മികച്ച കർഷകൻ കൂടിയാണ് നമ്മുടെ ജിജു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.